സൂര്യയുടെ ഏറ്റവും പുതിയ ബ്ലോക്ക്ബസ്റ്റർ ചിത്രമായ കറുപ്പ് എന്ന സിനിമയുടെ നിരൂപണങ്ങളിലേക്കുള്ള വേഗത്തിലുള്ള ഒരു നോട്ടമാണിത്. നമുക്കറിയാമല്ലോ, ജയ് ഭീം, സൂററൈ പോട്രി എന്നീ വമ്പൻ OTT ഹിറ്റുകൾക്ക് ശേഷം സൂര്യ നടത്തുന്ന അതിഗംഭീരമായൊരു തിയേറ്റർ തിരിച്ചുവരവാണിത്. ശരിക്കും എന്തുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, ഇതിലെ സൂര്യയുടെ മാസ് പ്രകടനവും സിനിമയുടെ പശ്ചാത്തലവും തന്നെ എടുത്തു പറയാം. വടക്കൻ മലബാറിലെ തെയ്യം, മുത്തപ്പൻ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ കുറച്ച് ഫാന്റസിയും ദൈവികമായ കാര്യങ്ങളുമൊക്കെ ചേർന്ന ഒരു ഗംഭീര എന്റർടൈനറാണ് ഈ ചിത്രം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പവർ ബാങ്ക് ഫുൾ ചാർജിൽ കണക്ട് ചെയ്തതുപോലെയാണോ ഇതിൽ സൂര്യയുടെ ഒരു എനർജി? വളരെ ഊർജ്ജസ്വലനായുള്ള ഒരു തിരിച്ചുവരവാണിത്. രണ്ടാമതായി, നായകന്റെ ഈ ഒരു മാസ് അതേപടി നിലനിർത്തുന്നത് ഇതിലെ വില്ലനാണ്. ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ RJ ബാലാജിയുടെ പ്രകടനം നമ്മളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. വളരെ ബുദ്ധിമാനും തന്ത്രശാലിയുമായൊരു വില്ലനായി അദ്ദേഹം ഇതിൽ തകർത്തിട്ടുണ്ട്. സ്ഥിരം മാസ് സിനിമകളിലെ ആ ഒരു ദുർബലരായ വില്ലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബുദ്ധിമാനായ വില്ലൻ ഈ സിനിമയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്തു എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു പോകും. അതുപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ വേഗത ഒട്ടും കുറയാതെ അദ്ദേഹം ഇതിന്റെ സംവിധാനവും ഗംഭീരമാക്കി. അവസാനമായി, ചിത്രത്തിന്റെ സാങ്കേതിക മികവിലേക്കും ചില പോരായ്മകളിലേക്കും നമുക്കൊന്ന് വരാം. മേഴ്സൽ, ജവാൻ എന്നീ സിനിമകളുടെ ഛായാഗ്രാഹകൻ ഒരുക്കിയ മികച്ച ദൃശ്യങ്ങളും സായി അഭയങ്കറിന്റെ ആ ഒരു കിടിലൻ പശ്ചാത്തല സംഗീതവും ഇതിനെ മികച്ചൊരു തിയേറ്റർ അനുഭവമാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ കഥയിലെ പുതുമയില്ലായ്മയും വളരെ എളുപ്പം പ്രവചിക്കാൻ കഴിയുന്ന തിരക്കഥയുമാണ് ഇതിലെ ഒരു ചെറിയ പോരായ്മ. ഒരു സാധാരണ സമ്മാനത്തെ ആകർഷകമായ കവറിൽ പൊതിഞ്ഞു മനോഹരമാക്കുന്നത് പോലെയാണോ ഈ സിനിമയുടെ സാങ്കേതിക മികവ് ഈ പഴയ കഥയെ മറച്ചുപിടിക്കുന്നത്? ചെറിയ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ നിറഞ്ഞ സദസ്സിൽ ആരാധകർക്ക് ആഘോഷിക്കാൻ പാകത്തിലുള്ള ഒരു പക്കാ തീപ്പൊരി ചിത്രമാണ് കറുപ്പ്.